ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോരുത്തരായിട്ട് ഇന്ദീവരത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ ഭയങ്കരമായ നിഗൂഢതകളുടെ ഒരു കെട്ട് തന്നെ അഴിയുകയാണ് ഇന്ദീവരം തറവാട്ടിൽ. ഈ നമ്മുടെ മഹേശ്വരൻ ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്രകൾ പോകും. അവിടെ പോണു, ഇവിടെ പോണു, എവിടേക്കോ പോകണു എന്നൊക്കെ പറഞ്ഞാൽ പോണത്. പക്ഷേ മഹേശ്വരൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് എല്ലാവരെയും പറ്റിച്ചു പോയിക്കൊണ്ടിരുന്നത് രഹസ്യ ഭാര്യയുടെയും മകളുടെയും അടുത്തേക്കാണ്. അങ്ങനെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ആശാൻ തൻ്റെ രഹസ്യ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ജീവിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിവിടെയുള്ളവരാരും അറിഞ്ഞിരുന്നില്ല. എന്തായാലും അവിടെ വല്യമ്മ പോയി, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രിയമോള് പോയി, അങ്ങനെ എല്ലാവരും പോയി. അർജുനെ തേടിതേ ഇപ്പോൾ ഗൗതം പോകാൻ തുടങ്ങുന്നു. ഗൗതം പോകുന്ന സമയം പിങ്കിയോട് യാത്ര പറഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഗൗതം മാത്രമേ തൻ്റെ മനസ്സിൽ എന്നും ഭർത്താവിൻ്റെ സ്ഥാനത്തുണ്ടാവുകയുള്ളെന്നും അവിടെ മറ്റൊരു പുരുഷനും സ്ഥാനമുണ്ടാകില്ല എന്നുള്ള കാര്യവും പിങ്കി ആവർത്തിച്ച് ഗൗതത്തിനോട് പറയാം. നീ എന്തൊരു സംസാരമാണ് സംസാരിക്കുന്നത്, നിനക്ക് കാലത്തിനൊത്ത് ജീവിച്ചൂടെ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നേരെയുള്ള ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഒരാൾക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പിങ്കി ഗൗതത്തിനോട് പറഞ്ഞത്. ഗൗതം അർജുനെ വിളിച്ചുകൊണ്ട് വന്നോളൂ, അർജുൻ എവിടെയാണെങ്കിലും ഈ കുടുംബത്തിലേക്ക് വരേണ്ട ആൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അർജുനെ കൊണ്ടുവരാൻ ഗൗതം നോക്കണ്ട എന്ന് തറപ്പിച്ച് തന്നെ പിങ്കി പറഞ്ഞു. പിങ്കി പറഞ്ഞ ആ ഓരോ കാര്യവും ഗൗതത്തിന് ഒരുപാട് വേദന ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. കാരണം ഗൗതം ഇത്രയ്ക്കൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ മാറാൻ ശ്രമിച്ചിട്ടും ഇതുവരെ അവൾ മാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ചെറുവിൽ നിൽക്കുന്ന ഗൗതത്തിന് ആകെ വിഷമമാണ്. പിന്നെ ഇനിയിപ്പോൾ അർജുൻ വന്നു കഴിയുമ്പോഴും അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾക്കൊന്നും പിങ്കി നിന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതും അതിനേക്കാളും വലിയ വിഷമാവില്ലേ. ഗൗതം ശരിക്കും പെട്ടു നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ നന്ദ ഇങ്ങനെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കുന്ന സമയത്ത് നമ്മുടെ മഹേശ്വരനെ കാണാനായിട്ട് രഹസ്യത്തിൽ ഒരാൾ വരുന്നത്. രഹസ്യത്തിൽ ഒരാൾ വന്നു, കയ്യിലൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ എസ്റ്റേറ്റ് നോക്കാൻ ഏൽപ്പിച്ച വക്കച്ചൻ എന്ന് പറയുന്ന ആ ചേട്ടനാണ് വന്നത്. അപ്പോൾ അതൊന്നും നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ പുള്ളീനെ നന്ദ കണ്ടിട്ടുമില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ രഹസ്യത്തിൽ വന്ന് നിന്ന് സംസാരിക്കുക. അപ്പോൾ ഈ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോലും മഹേശ്വരൻ കയറ്റിയില്ല, പുറത്ത് നിർത്തി തന്നെ സംസാരിക്കുന്നു. എന്തൊക്കെയോ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാക്സിമം ഒഴിവാക്കി വിടാനായിട്ട് മഹേശ്വരൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ നന്ദ കാണുന്നത്. അത് കണ്ട നന്ദയ്ക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. നന്ദ എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്നും മിണ്ടിയില്ല. ആരാ അച്ഛാ ഇത് എന്നൊക്കെ അങ്ങനെ ചോദിച്ച് ചെന്നതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ മകളുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിച്ചു. ഇതാണ് നമ്മുടെ വക്കച്ചൻ എന്ന് പറഞ്ഞ ആളാണ്, കണക്കിൻ്റെ കാര്യങ്ങൾ പറയാൻ വന്നതാണ്. എന്നിട്ട് അച്ഛനെന്താ അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നന്ദയെ ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിപ്പിച്ചിട്ട് ഇയാൾ അങ്ങ് പോയി. നന്ദ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇയാൾ പോയതിൻ്റെ തൊട്ട് പിന്നാലെ അങ്ങോട്ടേക്ക് നമ്മുടെ മിഥുൻ എന്ന് പറയുന്ന ഡാൻസ് പ്രോഗ്രാമിന് കൂടെ കളിക്കാനുണ്ടായിരുന്ന ആ മിഥുൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മിഥുനെ കണ്ടു കഴിഞ്ഞപ്പം നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാനിവിടെ നിൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ കാണാനോ? അതാണ് എനിക്കൊരു സംശയം, നിന്നോടത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അന്ന് ആദ്യമായിട്ട് അച്ഛനെ കണ്ടപ്പോഴും നീ അച്ഛനോട് പരിചയം കാണിച്ചു, അച്ഛനെ പരിചയമുള്ളതായിട്ട് നീ പറഞ്ഞു. പക്ഷേ അന്ന് നീ ഒരു കഥ പറഞ്ഞു, ആ കഥ നീ കൃത്യസമയത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് അത് കേട്ടതേ എനിക്ക് മനസ്സിലായി. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാണ് അച്ഛനുമായിട്ട് പരിചയം? ACBയുടെ ഭാര്യയെ ചോദിക്കുന്നേ, സത്യം പറയാൻ പാടുള്ളൂ. എങ്ങനെയാണ് നിനക്ക് അച്ഛനുമായിട്ട് പരിചയം എന്നിങ്ങനെ ചോദിച്ചേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ നന്ദ ഇങ്ങനെ മിഥുനോട് കിള്ളി ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നന്ദയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനായിട്ട് കഴിയുന്നില്ല ആശാന്. പെട്ടെന്ന് തന്നെ നിൻ്റെ അച്ഛൻ ഇന്ന പോലെ ഇങ്ങനെ ഒരു എസ്റ്റേറ്റുണ്ട്, ആ എസ്റ്റേറ്റിൽ വരുമായിരുന്നു, അവിടെ വെച്ച് അച്ഛൻ അവിടെയൊക്കെ സ്റ്റേ ചെയ്യുമായിരുന്നു തുടങ്ങിയ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു കുടുംബത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നന്ദയോട് പറയുക. അപ്പം നന്ദയോട് അത് പറഞ്ഞു കേട്ടപ്പോൾ നന്ദ ശരിക്കും ഞെട്ടി. പിന്നെ ഞെട്ടാതിരിക്കുമോ, ശരിക്കും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് നീ ഇത് പറഞ്ഞെന്നോ, നമ്മൾ തമ്മിൽ ഇത് അറിഞ്ഞെന്നോ ഒരിക്കലും മറ്റൊരാൾ അറിയാൻ പാടില്ല എന്ന് മിഥുനോട് നന്ദ പറയുകയും ചെയ്തു. ആവശ്യമില്ലാത്ത വയ്യാവേലി എല്ലായിടത്തും തലയിൽ വെക്കലും നന്ദയുടെ ഒരു സ്ഥിരം പതിവാണല്ലോ. അങ്ങനെ ആദ്യമൊക്കെ ചിഞ്ചുമോളുടെ കഥയായിരുന്നു അന്വേഷിച്ച് അച്ഛൻ്റെ രഹസ്യ കുടുംബത്തെക്കുറിച്ചും കണ്ടെത്തി. ഇനിയിപ്പോൾ നമ്മുടെ നന്ദ അത് മഹേശ്വരൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മഹേശ്വരൻ നന്ദയ്ക്ക് അടിമയാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നമ്മുടെ പിങ്കിയുടെ കൈകളിലാണ് അന്ന് പോകുന്നതിന് മുൻപ് കാര്യങ്ങളെല്ലാം അരുന്ധതി ഏൽപ്പിച്ചു കൊടുത്തത്.
പിങ്കി അവിടെ ഇരുന്ന് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ പിങ്കി കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി ചെന്നു. അപ്പോൾ ലക്ഷ്മി ചെന്ന് തൊട്ടരികിൽ മോഹിനി ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മിയും അതുപോലെ മോഹിനിയും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. കണക്കിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പം നമ്മുടെ പിങ്കി ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കണക്കിൻ്റെ കാര്യത്തിൽ ചില മിസ്റ്റേക്കുകളുണ്ട് എന്നുള്ള കാര്യം പറയാം. കണക്കിൻ്റെ കാര്യത്തിൽ മിസ്റ്റേക്കോ? എന്ത് കണക്കിൻ്റെ കാര്യത്തിൽ? ഏത് കണക്കിൻ്റെ കാര്യത്തിൽ നമ്മളെ മിസ്റ്റേക്ക് എന്ന് മോഹിനി ചോദിച്ചു. മോഹിനി അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ എല്ലാം കൃത്യമായിട്ട് നോക്കണം കേട്ടോ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നാലേ അവിടെയെല്ലാം തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയാം. കണക്കിൻ്റെ കാര്യത്തിൽ എന്ത് തെറ്റിദ്ധാരണ വരാൻ? തെറ്റിദ്ധാരണ മാറ്റാനും കണക്കിൻ്റെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വരാനും അല്ലേ ഇതെല്ലാം നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്ത് തെറ്റിദ്ധാരണ വരാനാണെന്ന് മോഹിനി ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അല്ല കണക്കിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവില്ല, അല്ലാതെ ഇനി വേറെ വല്ല കേസ് ഇതിലൊക്കെ വന്നു കഴിയുമ്പോൾ എൻ്റെ മഹേശ്വരേട്ടൻ എല്ലാവരുടെ മുന്നിൽ പ്രതിയാവില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കിടന്ന് വെപ്രാളം കൂട്ടുക. അപ്പോൾ നമ്മുടെ പിങ്കി ഇരുന്ന് ഇങ്ങനെ വളരെ കാര്യമായിട്ടിരുന്ന് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇതെല്ലാം നോക്കി വളരെ കൃത്യമായിട്ട് നമ്മുടെ പിങ്കി എല്ലാം അടിവരയിട്ടെല്ലാം എഴുതി. അപ്പോൾ കണക്കിലും കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പിങ്കി പറഞ്ഞപ്പോൾ എവിടുത്തെ കണക്കിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം മോഹിനി ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ തമ്മിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കൂടി ഇരുത്തി സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി എല്ലാവരോടും കൂടി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് പിങ്കി ഇങ്ങനെ ആ ഒരു ഇതുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടുന്ന കൂട്ടത്തിൽ മഹേശ്വരനും വന്നിരിപ്പുണ്ട്. മഹേശ്വരൻ്റെ കയ്യിൽ ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കണക്കിൻ്റെ കാര്യങ്ങളെല്ലാം മോള് കണക്കൊക്കെ നോക്കിയില്ല, എല്ലാം കറക്റ്റല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതെ, എല്ലാ കാര്യത്തിലും കണക്കും ഇതെല്ലാം കറക്റ്റാണ്, എല്ലാം ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ അങ്ങനെ ഇരിക്കുക. പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് ഇരുത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇതൊന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ പിങ്കി അവിടെ ചില കാര്യങ്ങളൊക്കെ എടുത്തിടുന്നു. അതായത് വേറെ കുറച്ച് കാശിൻ്റെ കണക്കിലും അല്ലെങ്കിൽ അവിടുത്തെ അളവിൻ്റെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് മുക്കി അവിടെ രഹസ്യ കുടുംബത്തിലേക്ക് കൊണ്ടേ കൊടുക്കുക, ചിന്ന വീട്ടിലേക്ക് കൊടുക്കുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹേശ്വരൻ. അപ്പോൾ ഈ ഒരു കാര്യം പിങ്കി കണ്ടുപിടിച്ചതോടുകൂടി മഹേശ്വരൻ ഇരിക്കപ്പുറത്തില്ല, മഹേശ്വരന് ടെൻഷനാകാൻ തുടങ്ങി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പിങ്കി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കാം. അപ്പോൾ ഇത് മുഴുവൻ മഹേശ്വരനാണ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു ഉത്തരവ് മഹേശ്വരേട്ടൻ തന്നെ തരണം എന്ന് മോഹിനി അന്നേരം പറഞ്ഞു. പിന്നെ അത് വിഷയമായി. എന്തായാലും മഹേശ്വരേട്ടൻ്റെ ശ്രദ്ധയിലും മറ്റും പെടാതെ കിടക്കുന്നതായിരിക്കാം. അപ്പോഴും മഹേശ്വരൻ കുറ്റക്കാരനാണെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി ചെയ്ത് എല്ലാവരോടും ഒന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേശ്വരന് സമാധാനം പോയി. മഹേശ്വരൻ നിന്ന് ആലോചന അങ്ങ് തുടങ്ങി. മൊത്തത്തിൽ ടെൻഷനായി. ഈ സമയം കൊണ്ട് നമ്മുടെ നന്ദ തെരഞ്ഞു പിടിച്ച് ഈ മഹേശ്വരൻ്റെ മകളുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ കാണുവാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അതായത് വക്കച്ചെന്നൊക്കെ പറഞ്ഞ ചേട്ടൻ കാണിച്ചു കൊടുത്തു. ഈ സമയത്ത് ഈ പെൺകൊച്ചാണെന്നുണ്ടെങ്കിൽ ഇത് മഹേശ്വരൻ്റെ മരുമകളാണെന്നൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ അനിയത്തി ഒന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മഹേശ്വരൻ്റെ കാര്യം അതോ ഗതിയാകും. എന്തായാലും നമ്മുടെ നന്ദ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യ നീക്കത്തിലൂടെ രഹസ്യമായി തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ഇതെല്ലാം അറിയുകയൊക്കെ ചെയ്തു. ഈ പെങ്കൊച്ചുമായിട്ട് സംസാരിച്ച് എന്തായിരുന്നു സംഭവിച്ചിരുന്നെന്നുള്ളതിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ നന്ദ ഒരു ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ മഹേശ്വരൻ്റെ മുന്നിൽ നന്ദ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ മഹേശ്വരൻ ശരിക്കും വട്ടപൂജയായി പോവും, ബിഗ് സീറോ ആയി പോവും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത്. എന്തായാലും ഈ നന്ദ ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുജത്തിയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞു. പിന്നെ താൻ ഇവിടെ വന്നതോ കാര്യങ്ങൾ അറിഞ്ഞതോ അല്ലെങ്കിൽ എല്ലാം സംസാരിച്ചതോ ഇതൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് നന്ദ അവിടെയും പറഞ്ഞു. അങ്ങനെ ആരെയും ഒന്നും അറിയിക്കാതെ നന്ദ ഇതെല്ലാം രഹസ്യമായി വെച്ച് കൊടുക്കേണ്ട സമയത്ത് അതിനുള്ള തിരിച്ചടി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മഹേശ്വരനെ മര്യാദ പഠിപ്പിക്കണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നന്ദ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇട്ടിവെട്ട് എപ്പിസോഡുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.